ഹലോ, ഇത് നമ്മുടെ സെക്കൻഡ് ഓർഡറിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ ഇച്ചിരി കൂടെ ബൾക്കായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളുടെ എല്ലാം എക്സ്ട്രാക്റ്റ് എടുത്ത് വെച്ചത്, തേങ്ങാപ്പാലും കടലമാവും എല്ലാം മിക്സ് ചെയ്തതാണ് ആദ്യം കാണിച്ചത്. പിന്നെ ക്യാരറ്റിൻ്റെ എക്സ്ട്രാക്റ്റ്, ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ്, ശംഖുപുഷ്പം, വേപ്പിൻ്റെ എക്സ്ട്രാക്റ്റ്, പിന്നെ അതെല്ലാം നമ്മളിങ്ങനെ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഒരു സോപ്പാണ്. തേങ്ങാപ്പാലും കടലമാവ്, കറ്റാർവാഴ, പനിക്കൂർക്ക ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു സോപ്പാണ് ഇത് ശംഖുപുഷ്പം. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ സോപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ കളറ് നമ്മൾ നാച്ചുറൽ കളറാണ്. ഇതെല്ലാം കണ്ടില്ലേ, ഈ ആ പൂക്കളുടെ തന്നെ കളറാണിത്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്മെല്ല് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഇങ്ങനെ ഇത് തേച്ചാൽ വെളുക്കുമോ, ടാൻ മാറുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മന ഒരു സ്കിൻ കളർ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്കൊന്ന് സൂക്ഷിക്കാം, ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ളത് യൂസ് ചെയ്താൽ. അല്ലാതെ വെളുത്തിട്ട് പാറുമോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ സ്കിൻ ബ്രൈറ്റ് ആകും. നമ്മളിതിൽ ജസ്റ്റ് ഒരു കളർ പോലും ആഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കളർ പോലും നമ്മൾ ഇതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. അത് ഒരു പ്രിസർവേറ്റീവ്സും യൂസ് ചെയ്യുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2 മാസത്തിൽ കൂടുതലൊന്നും ഇതൊന്നും പ്രിസർവ് ചെയ്ത് വെക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ച് അന്നേരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇത് നമ്മളൊരു റാപ്പിംഗ് ടേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള സോപ്പാണ്. സോപ്പ് ബേസ് ഗ്ലിസറിൻ ബേസാണ്. നമ്മൾ അല്ലാതെയും ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ ചെറിയ ഗ്ലിസറിൻ കൊമളകൾ പോലെ ഗ്ലിസറിൻ ഇങ്ങനെ കാണാനും പറ്റും. അപ്പം യൂസ് ചെയ്തവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു.